പഞ്ചശീല എന്ന് പറയുന്നത് നമ്മളുടെ മനുഷ്യരുടെ ജീവിതത്തിലെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഐക്യകേരളം പറയുന്നത്. പഞ്ചശീലത്തിൽ ഒന്നാമത്തെ പഞ്ചശീലമാണ് പാണാതിപാത വേറമണി തിഖാപദം സമാധിയാമി. അതിൻ്റെ അർത്ഥം എന്നാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ജീവിതത്തിൻ്റെ കൊള്ളുകയില്ല, അവരെ ഒരു കഷ്ടപ്പാടുകൾ കൊടുക്കുകയില്ലെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ശീലമാണ് അഭിനദാന. അഭിനദ എന്ന് പറഞ്ഞാൽ മോക്ഷണം. എന്താണ് മോക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു കൊടുക്കാത്ത സാധനങ്ങൾ മറ്റുള്ളവരുടെ പകുതി കൊടുക്കത്തില്ല. അതുകൊണ്ട് ചോദിക്കാതെ പിടിക്കുന്നു. അതാണ് മോക്ഷണം. അഭിനദാനം. ഒരു മൂന്നാമത്തെ പഞ്ചശീലമാണ് കാമേഷു വിച്ചാര വേണമണി. ഇതിൻ്റെ അർത്ഥം കാമേഷു വിച്ചാര എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങൾ ചെയ്യുന്നത്, വ്യക്തികളെടുത്ത് റെസ്പെക്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുന്നത്. അത് കാമേഷു വിച്ചാര എന്ന് പറയുന്നത്. നാലാമത്തേതാണ് മുസാവാത വേണമണി തിഖാപദം സമാധിയാമി. മുസാവാത എന്ന് പറഞ്ഞാൽ കള്ളത്തരം പറയണം. ഇത് കള്ളത്തരങ്ങൾക്ക് പറയരുത്. ഇത് പറയുന്നത് എന്തൊക്കെ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ സത്യം എന്താണ് അത് പറയണം. കള്ളം പറഞ്ഞാൽ അത് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. ഒരു അഞ്ചാമത്തിലാണ് പുറമേറിയ മജ്ജ പുമദത്ഥാന വേറമണി. പുറമേറിയ മജ്ജ പുമദത്ഥാന വേറമണി. അതിൻ്റെ അർത്ഥം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, അത് ഉപയോഗിക്കരുത്. അങ്ങനെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചത് വരുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാകുന്നത്. എന്ത് ചെയ്യാൻ പറ്റുന്നു, എന്ത് ചെയ്യുന്നില്ല, അത് നമ്മളെ അറിയാൻ പറ്റില്ല. നമ്മുടെ മനസ്സൊക്കെയാണ് അൺകൺട്രോളിലായിരിക്കുന്നു. അത് പാണാതിപാത ചെയ്താലോട്ട് എന്താണ് അതിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മുടെ ജീവിതങ്ങൾ കുറഞ്ഞുകൊണ്ട് പോകുകയും അതിൻ്റെ നരകത്തിൽ നമ്മൾ മരണത്തിന് ശേഷം നമ്മൾ നരകത്തിൽ അതല്ലെങ്കിൽ തിരച്ചന എന്ന് പറഞ്ഞാൽ കാണിച്ചതുകൊണ്ട് അവരുടെ പലർക്കും ജലമെടുക്കുകയും ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യരായിട്ട് ഇവിടെ ജീവിച്ചാൽ നമ്മളുടെ ഈ ജീവിതം വയസ്സുകൾ കുറഞ്ഞു പോവുകയും അതുപോലെ തന്നെ അഭിനദാന, അത് നമ്മുടെ അഭിനദാനം എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം നരകത്തിൽ ജനിക്കുകയും അതുപോലെ തന്നെ തിരച്ചന പറയുന്നത് നമ്മളുടെ ഈ പ്രാണി ജന്തുക്കളുണ്ടല്ലോ അവരുടെ സ്ഥലങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ മനുഷ്യകാലത്ത് വന്നാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒന്നുമില്ലാതെ ദരിദ്രരായിട്ട് ജീവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മൂന്നാമതെന്ന് പറഞ്ഞാൽ കാമേശ്വരച്ചായ, അത് അതുപോലെ തന്നെ അതൊക്കെ ചെയ്തതിന് ശേഷം മരണത്തിന് ശേഷം നമ്മൾ നരകത്തിൽ പോകുകയും അതല്ലെങ്കിൽ തിരിച്ചറിയിൽ പോകുകയും ചെയ്യുന്നു. അല്ലാതെ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾക്ക് ഇത് മറ്റുള്ള നമ്മളിത് റെസ്പെക്ട് ചെയ്തില്ല, നമ്മളത് ബഹുമാനിച്ചിട്ടില്ല. നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല, വിശ്വസിക്കത്തില്ല, നമ്മുടെ
റെസ്പെക്ട് ചെയ്തില്ല, ഇത് അതായത് ബഹുമാനിച്ചിട്ടില്ല. നാലാമത്തത് മുസവാദ. മുസവാദ അതുപോലെ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സത്യങ്ങൾ പറഞ്ഞാലുള്ളത് മറ്റുള്ളവർ നമ്മളെ ചെയ്യുകയില്ല, വിശ്വസിക്കുകയില്ല, അവർ ചിന്തിക്കുന്നു. ഇവർ കള്ളത്തിനെ പറയുന്നത് ഇവരൊരു കഥകളുണ്ടെന്ന്, ഒരു പുലിയുടെ കഥകളാണ്. ഒരു പുലി കേൾക്കുന്ന ഒരു കഥകളുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ അവർ ഇങ്ങനത്തെ പറയുന്നത് പുലിയെ കൊന്നായിരുന്നു. ഒരു കളക്കം പറയായിരുന്നു, കുട്ടികളൊക്കെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി കളക്കം പറയുന്നു. ഒരു ദിവസം യഥാർത്ഥമായിട്ടുള്ള പുലിയെ കൊന്നായിരുന്നു. അവിടെ പക്ഷികളെയൊക്കെ കഴിക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ പലപ്പോൾ മറ്റുള്ളവർ വിശ്വസിച്ചില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ ആദ്യമായിട്ടൊക്കെ കളർ പറഞ്ഞിരുന്നില്ല, ഇവരുടെ കള്ളത്തിലൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇവരുടെ വിശ്വസിച്ചില്ല. അത് അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ സ്ഥിരമേഖല പ്രവർത്തനമാണ് വരാൻ വേണ്ടി. അതൊന്ന് ചെയ്ത് പറഞ്ഞാൽ അത് ചെയ്തതിന് ശേഷം നമ്മൾ മരണത്തിന് ശേഷം നരകത്തിൽ ജനപ്പെടുകയും അതല്ലെങ്കിൽ തിരിച്ചലോകത്തിൽ, തിരിച്ചലോകം എന്ന് പറഞ്ഞാൽ പ്രാണികൾ, പട്ടി, പൂച്ച, അതാണ് അവരുടെ സ്ഥലത്ത് ജനമെടുക്കുകയും അങ്ങനെ ജനമെടുക്കുന്നു പറയുന്നു. അതല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഈ മനുഷ്യരുടെ ജീവിതത്തിൽ ജനിച്ചാൽ നമ്മളത് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷൻ ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനകത്ത് മാനസികമായിട്ടുള്ള നമ്മളെന്ത് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ശരി, എന്താണ് തെറ്റ്, അതുവരെ അറിയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നില്ല, എന്ത് ശരിയാണ് ചെയ്തത്, എന്ത് തെറ്റാണ് ചെയ്തത്, അതൊക്കെ നമ്മളെ നല്ല ഒറ്റയ്ക്ക് വ്യക്തമാകുന്നില്ല. ഇതാണ് അഞ്ച് ശീലങ്ങൾ, പഞ്ചശീലങ്ങൾ. ഇത് നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിലെ ഒരു മനോഹരമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 5 ശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ മനുഷ്യർ യഥാർത്ഥമായിട്ടുള്ള ജീവിതമാണ്. ഭക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ നമ്മുടെ പട്ടി, പൂച്ച അവരുടെ അളവ്. എല്ലാവർക്കും എനിക്ക് ഈ ചെറുതായിട്ട് ബ്രഹ്മപ്രവേശനം കൊടുക്കാൻ അവസരങ്ങളൊക്കെ തന്നായിരുന്നു. ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മ ബുദ്ധയ സാധു